നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂൺ മാസത്തിലെ ബ്രസീലിൻ്റെ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡ് ഇന്നലെ കോച്ച് കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചല്ലോ. ജൂണിൽ 2 മത്സരങ്ങളാണ്. ഒന്ന് ഇക്വഡോറിനെതിരെ ജൂൺ 6 പുലർച്ചെ 4:30 ബ്രസീൽ എവേ മത്സരം കളിക്കും. പിന്നെ ജൂൺ 11 പുലർച്ചെ 6:15 ബ്രസീൽ പരാഗ്വേയുമായിട്ടും കളിക്കും. ഈ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡാണ് ഇപ്പോൾ കോച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സ്ക്വാഡിൽ നെയ്മർ ജൂനിയർ ഇല്ല. അദ്ദേഹം പരിക്കിൽ നിന്ന് മുക്തനായി തിരികെ വന്ന് സാൻഡോസിനായിട്ട് കളിയൊക്കെ തുടങ്ങിയിട്ടും പക്ഷേ കോച്ച് അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയില്ല. അതിൻ്റെ കാരണം എന്താണ് എന്ന് ഇന്നലെ കൃത്യമായിട്ട് കോച്ച് പറയുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാം. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്: ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കോളപ്പിൽ ഇൻ ഗുഡ് ഷേപ്പിലുള്ള താരങ്ങൾ എടുക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. നെയ്മറുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു ഇഞ്ചുറി ഉണ്ടായിരുന്നു. ഒരുപാട് കാലം മുമ്പൊന്നും അല്ലാത്ത ഒരു ഇഞ്ചുറി. എല്ലാവർക്കും അറിയാം നെയ്മർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ്. എല്ലായ്പ്പോഴും അതങ്ങനെയായിരുന്നു, ഇനിയും അങ്ങനെ തന്നെയാവും. ലോജിക്കലി അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കറൻ്റ്ലി ഒരുപാട് പ്ലെയേഴ്സ് പരിക്ക് പറ്റിയിട്ടുള്ളവരായിട്ടുണ്ട്. ഇപ്പം റോഡ്രിഗോ ആണെങ്കിലും എദർ മിലിറ്റാവോ ആണെങ്കിലും അങ്ങനെ കുറേ കളിക്കാർ ദേശീയ ടീമിൽ കളിക്കാൻ പറ്റാത്ത സ്ഥിതിയിലുണ്ട്. നെയ്മറും അതുപോലെ തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ കുറച്ച് മുമ്പ് മാത്രമാണ് കളിക്കളത്തിലേക്ക് തിരികെ വന്നിട്ടുള്ളൂ. സോ എനിക്ക് ഇവിടെ പറയാനുള്ളത്, ബ്രസീലിൽ ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള കളിക്കാരുണ്ട്. ലോജിക്കലി നെയ്മറുടെ സ്പെസിഫിക് കേസ് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ നെയ്മർ എന്തായാലും പരിഗണിക്കുന്നുണ്ട്, അദ്ദേഹത്തെ കൗണ്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ദേശീയ ടീമിൻ്റെ ഭാഗമാണ്. ബ്രസീൽ എന്തായാലും നെയ്മറെ പരിഗണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നെയ്മർ ബ്രസീൽ ടീമിലേക്ക് തിരികെ എത്തും എന്നെനിക്ക് പറയാൻ പറ്റും. അതേസമയം അദ്ദേഹം ബ്രസീലിലേക്ക് മടങ്ങിയെത്തിയത്, ഇവിടെ ഇപ്പോൾ കളിക്കാൻ തുടങ്ങിയത് വേൾഡ് കപ്പിന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ്. ഞാൻ നെയ്മറുമായിട്ട് ഇന്ന് രാവിലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞതിനോടൊക്കെ കൃത്യമായിട്ട് എഗ്രി ചെയ്യുന്നുമുണ്ട്. സോ നമ്മൾ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകും എന്നാണ് കാർലോ ആഞ്ചലോട്ടി പറയുന്നത്. ആഞ്ചലോട്ടിയുടെ വാക്കുകളിൽ കാര്യം വളരെ വ്യക്തമാണ്. ഈ ഒരു കോളപ്പിലേക്ക് പൂർണ്ണ ഫിറ്റായിട്ടുള്ള കളിക്കാരെയാണ് എടുത്തിട്ടുള്ളത്. നെയ്മർ ആണെങ്കിൽ ഇപ്പോൾ പരിക്കിൽ നിന്ന് മുക്തനായി വന്നിട്ടേ ഉള്ളൂ. സാൻഡോസിന് വേണ്ടി ഇപ്പോൾ 90 മിനിറ്റ് കളിച്ചിട്ട് പോലുമില്ല. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ വീണ്ടും അദ്ദേഹത്തെ ഇങ്ങനെ ഒരു ഹൈ പ്രഷർ സിറ്റുവേഷനിലേക്ക് തള്ളിവിടേണ്ട കാര്യമില്ല എന്ന് ആഞ്ചലോട്ടി തീരുമാനിച്ചു. അതേസമയം ഭാവിയിലേക്ക് നെയ്മറെ ബ്രസീൽ ടീമിൻ്റെ പ്രധാന താരമായിട്ട് അദ്ദേഹം പരിഗണിക്കുന്നുമുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് കൊണ്ടുവെത്താം.